ഈ ചാക്കിനുള്ളിൽ എന്താണെന്ന് അറിയാം, കോടിനെക്കാട്ടി വില വരുന്ന സാധനമാണ്. നമ്മൾ നോക്കാതെ എന്താണെന്ന് രണ്ടായിട്ട് കൊടുക്കാം. ഞങ്ങൾ ആക്രി കടയിൽ നിന്ന് കൊടുക്കുന്ന സാധനമാണിത്. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് കണ്ടിങ്ങള് ഖുർആന് ഇത് കണ്ട ഒരു കേടുമില്ല. ഇത് കണ്ട ഫസ്റ്റ് തന്നെ കണ്ട ഒരു കേട് ഇതിനും സംഭവിച്ചിട്ടില്ല. എന്താണ് ഇത് നിങ്ങൾ പേര് സൂക്ഷിച്ചാല് നിങ്ങൾ ഗൾഫുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഖുർആൻ ഓതുന്നവർക്ക് മാത്രം ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. വെറുതെ ഇത് ബ്രട്ട് തട്ടിക്കളിക്കുകയാണ് ആളുകൾ. ഇത് കണ്ട ആക്രി കടയിൽ നിന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഒരുപാടുണ്ട് കണ്ടില്ല. ഇത് കേടില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കണക്ട് ചെയ്ത് തരും. ഒരു കേട് കാരണം സംഗതി ഒരു കേടില്ല. അവിടെ അടിപൊളി എന്താ പുതിയ പീസുമായിരുന്നാ കുറച്ചെങ്ങനെ കേടുള്ളൂ. ഇത് നമ്മള് അത് ആളുകളോട് ചോദിച്ചിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒന്നാകുമ്പോൾ വീട്ടിലുള്ള എന്താ ചെയ്യുക, ഒരു 3-4 ഉണ്ടല്ലോ വീട്ടിലുണ്ടാവുള്ളൂ. അതെ, സൂക്ഷിച്ചാൽ മതിയല്ലോ. ഒരു പേരിൽ ഒരു 3-4 ഖുർആൻ ഉണ്ടാവുള്ളൂ. ഇത് ഒന്നായിട്ട് അവിടെ ചാക്ക് കണക്കിന് വന്ന് കെട്ടിക്കിടക്കാണ്. അപ്പൊ ഞങ്ങൾ 2 ചാക്കാണ് അവിടെ നിന്ന് കൊടുക്കുന്നത്. ഒരു കടിയിൽ 2 ചാക്ക് നമുക്ക് കിട്ടി. അപ്പൊ അതാണ് ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത്. അതേമാതിരി പല കടയിലുണ്ടാവും തീർച്ചയായിട്ടും. ഇതൊന്നും ഇങ്ങനെ വേസ്റ്റ് ആയി കളയിട്ടാ. നമ്മൾ ഒന്നൊക്കെ നമ്മളെ വീഡിയോ തന്നെ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര പോയപ്പോൾ ഒരു ചങ്ങായി ഇത് കൊണ്ടമാനെടുത്തിട്ട് അപ്പം പോയി കണ്ട് അയാൾ വീഡിയോ ചെയ്തപ്പോൾ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ സ്ഥലത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ കണ്ടമാന ഒരു കടിയിൽ 2 ചാക്ക്. അപ്പൊ നമ്മളെ അയൽവാസിയായ നമ്മളെ കുടുംബക്കാരനുമായ അമീദ് ഒരു ഖുർആൻ നമ്മളിന്ന് വാങ്ങാൻ എത്തിയിട്ടുണ്ട്. ഇതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പരമാവധി ഇത് ഷെയർ ചെയ്യാം, ജനങ്ങളിലേക്ക് എത്തട്ടെ. എന്താ വെച്ചാൽ നമ്മളെ ഉസ്താദുമാരൊക്കെ എന്താ ഇതിനെപ്പറ്റി നല്ല പറഞ്ഞു കൊടുക്കണം. എല്ലാ മദർസുകളിലും കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് ബോധവൽക്കരണം കൊടുക്കണം. അപ്പൊ ഞങ്ങളിത് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഞങ്ങളിത് സൂക്ഷിക്കുന്നുണ്ട്. ആവശ്യക്കാർ വന്നാലേ ഞങ്ങൾ തരും. ഇത് കണ്ടില്ല, ഒരു കേടില്ല. നമ്മൾ വീണ്ടും പറഞ്ഞിട്ടില്ല, ഒരു കേട് ഇതിന് സംഭവിച്ചിട്ടില്ല. നല്ല ഖുർആനാണ്. ഭയങ്കര വിഷമായി പോയി. പിന്നെ പയസാമാനത്തിന്റെ കടി കിടക്കണപ്പോൾ അപ്പൊ ഞങ്ങളുടെ വാങ്ങിയതാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ കൊടിഞ്ഞാണ് വരേണ്ടത്. ഫേസ്ബുക്കിലേ ഒരു വീഡിയോ കണ്ടിനി ഖുർആനെ പറ്റി. അപ്പൊ അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഞങ്ങളിവിടെ അടുത്തന്നെയല്ല, ഒരു 10-12 കിലോമീറ്റർ ഉള്ളു കേട്ട്. നമ്മൾ അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. കിടക്കുന്ന പറഞ്ഞാല് സാധനങ്ങൾക്ക് ഇത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് ഒക്കെ പറഞ്ഞാൽ അവര് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ആളുകള് നമ്മളെ വീട്ടിലൊക്കെ വരില്ലേ, അപ്പൊ അവരെടുത്താണ് ഇത് കൊടുത്തേക്ക. അപ്പൊ ഇവര് പറഞ്ഞ ഈ കാക്കരിക്കാടിന്റെ ആളുകൾ പറയുന്നത് അവര് കൊടുക്കാണ്ട് ഇത് എന്ത് ചെയ്യാണ്, ഈ പേജുകൾ വേർതിരിക്കുന്ന സമയത്താണ് നമ്മളിത് കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, അവർക്ക് പിന്നെ ഈ പേപ്പറും ഇതും അവർ വേർതിരിക്കാണ്. അവർക്ക് ഖുർആനാന്ന് അറിയില്ല. അപ്പൊ ഈ പെട്ടെന്ന് പോയിട്ട് ഇവര് അവരിന്ന് വാങ്ങിയിട്ട് വേറെ ചാക്കിൽ കെട്ടിട്ട് എടുത്തു വെക്കാണ്. അപ്പൊ അങ്ങനെ എടുത്തു വെച്ച് കുറെ ചാക്കിലാക്കുമ്പോ എന്ത് ചെയ്യും, പിന്നെ കുറെ അങ്ങനെ ചാക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് ലാസ്റ്റ് കൊണ്ടുപോയി കത്തിക്കുക അവര് ചെയ്യുന്നത്. നമ്മൾക്ക് കത്തിക്കാൻ പെട്ടെന്ന് കത്തിക്കാൻ പറ്റൂല. ഒരു വിധം നമുക്ക് കേടുള്ളതൊക്കെ നമുക്ക് ഇത് പ്ലാസ്റ്റർ ഒട്ടിച്ച് ഇൻസ്റ്റലേഷൻ ചെയ്താലേ മൈൻഡ് ചെയ്താലേ എത്ര ഉണ്ട്. ഇപ്പൊ നമ്മളെ മദ്രസയിലെ പുസ്തകങ്ങളുണ്ട്, അതുപോലെ മദ്രസയിലെ ആൾക്കാറുകളുണ്ട്, മൗലൂദിന്റെ ഏടുകളുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ പിന്നെ നമ്മളെ മതസ്ഥിര ഓരോരുത്തർ പുസ്തകം ഇറക്കുന്ന ചരിത്ര പുസ്തകങ്ങളുണ്ട്. ഇതിലൊക്കെ എന്തായാലും പഠിച്ചോന്റെ കലാമുണ്ടാവും. പിന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ബഹുമാനിക്കണ്ടേ. കാരണം ഖുർആൻ നമ്മളെ മാതാപിതാക്കളെ മൊത്തം നോക്കിയിരുന്ന കൂലി കിട്ടുന്ന സംഗതിയാണ്. ഖുർആൻ നോക്കിയിരുന്ന കൂലി കിട്ടും, കഅബ നോക്കിയിരുന്ന കൂലി കിട്ടും. അങ്ങനെ കൂലി കിട്ടുന്ന സംഗതിയാണ് ഇപ്പൊ ഖുർആൻ. അതൊന്നും ആളുകൾക്ക് ഏത് മതക്കാരാണെങ്കിലും അവരുടെ അതെല്ലാരും നിർബന്ധ കടമല്ലേ. കാരണം നമ്മളെ പിന്നെ നിയമാവലികൾ അതിലാണുള്ളത്, അത് നമ്മൾ കേടെടുത്താൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ബഹുമാനിക്കേണ്ട സംഗതി എങ്ങനെയാണ് ഇവർ ആക്രിക്ക് കൊടുത്തയക്കുന്നത് എന്നുള്ളത് ഒരു ബുദ്ധിമോശം അതാണ്. ഖുർആനൊന്നും ഒരു കേടില്ലട്ടോ. സംഗതി ഖുർആന് കേടില്ലാന്ന് പറഞ്ഞാൽ ഒരു ചട്ട പോലും ഒരു പേജ് പോലും കേടില്ലാത്ത ഒരുപാട് ഖുർആനുകൾ ഇതിലുണ്ട്. ഇതൊന്നുമല്ല, ഞാൻ കുറെ പള്ളിക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ശരിക്ക് വീടിന്റെ മേലെ ഒരു റാക്ക് എന്തെങ്കിലും അടിച്ചുകാണ്ട് വെക്കണം. ശരിക്കും കൊടുത്തേക്കുന്നത് അവർക്ക് ഇതിപ്പോ ഇയാൾ മൂപ്പര് ഒരു ചെയ്തതിന് മൂപ്പർക്ക് ഒരു സലാട്ട് അടിക്കണം. എന്താ കാരണം വെച്ചാല്
ഇങ്ങനെ ഒരാള് നമ്മളെ നാട്ടിലുണ്ടല്ലോ. ഇത് പുറം ലോകത്ത് അറിയിക്കുന്നതല്ലേ? അതെ അതെ, ഇതിപ്പോ മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ കാരണം അല്ല അവനൊരു ബുദ്ധിമോശം ഒരു സംഭവിക്കുന്നതാണ്. എന്തായാലും കുറച്ചുകൂടി പുറത്തു കൊടുക്കട്ടെ. പല മനസ്ഥരും ഉണ്ടാവും. അപ്പൊ ഞാൻ ചെന്നപ്പോ പല മതക്കാരും നമ്മളോട് നല്ല സഹകരണത്തിലാണ് അവര്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നപ്പോ അവരെന്ത് ചെയ്തു, അവർ നല്ല പെട്ടിയിലൊക്കെ ബ്രീഫ് കേസിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്താ ചെയ്യാൻ പോലെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നു. കാരണം ഒരു മതത്തിന്റെ ഗ്രന്ഥമാണല്ലോ. അപ്പൊ നമ്മളെക്കാട്ടി ബഹുമാനത്തിൽ മറ്റു മതസ്ഥരെ ഇതിനെ കണ്ടിട്ടുണ്ട്. നമ്മള് ഒരു വീട്ടിൽ നിന്ന് വെച്ച് സംഭവിക്കുന്നത് ഒരു വീട്ടിൽ നിന്നോ 100 വീട്ടിൽ നിന്നോ അല്ല, അത്രയും വീടുകളിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. ആ കൊടുത്തയച്ചവർ ഈ വീഡിയോ കാണണം. എല്ലാ വീട്ടിലും ഈ മെസ്സേജ് എത്തണം. ഇനി ഒരാൾ ഇത് ഒരു വീട്ടിൽ ഒരു 4-5 ഖുറാനിലുണ്ടാവുള്ളൂ. അത് സൂക്ഷിക്കാൻ എത്ര വലിയ നമ്മളിപ്പോ വീട്ടിൽ എന്തെല്ലാം വിലപിടിപ്പുള്ള എന്തെല്ലാം പേപ്പറുകൾ ആധാരങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ശരിയാണ്. അത് അതിന്റെ ബാക്കിൽ നമ്മളെ മുതലിന്റെ അതാണല്ലോ, മുതലിന്റെ ഒരു ആവശ്യമാണ്. അത്രയും കൂടി നമ്മളത് സൂക്ഷിച്ചു വെക്കുകയാണ്. അലമാരിയിലാണ് അതിനെ സൂക്ഷിച്ചു വെക്കുന്നത്. അതുപോലെ ഇത് നല്ല പ്ലാസ്റ്റിക് കവറിലോ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ എന്തെങ്കിലും ആക്കിയിട്ട് വീട്ടിൽ ഇഷ്ടംപോലെ റാക്കുകളുണ്ട്, അലമാറകളുണ്ട്. അതിന്റെ മുകളോടെ ഭാഗത്ത് വെച്ചാൽ മതി. നല്ല ഖുറാൻ ഉപയോഗിക്കാൻ പറ്റിയ ഖുറാനിലാണ് ഇതൊക്കെ. ഇങ്ങനെ 1-2 അത് ഞാൻ ചിലത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ചെയ്യാൻ പോണത് ഇതിൽ നല്ലതുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി സൂക്ഷിക്കാം. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ പറ്റ കേടുന്നപ്പോ നമുക്ക് നിങ്ങൾ ഇത് ചെതൽ പിടിച്ചതും പിന്നെ പൊട്ടിപ്പോയതൊന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ എല്ലാ ചെമ്പട്ടിയിലോ ഈ സ്റ്റീലിനല്ലാത്ത ഇരുമ്പിന്റെ റമ്മ് കൊണ്ടുവന്നിട്ട് അതിൽ കത്തിച്ചിട്ട് അതിൽ ഫുള്ള് ചാരായണം, കലങ്ങി പോകുന്ന രീതിയിൽ കത്തണം. അങ്ങനെ പറഞ്ഞത്. അങ്ങനെ കത്തി പറ്റ ഉപയോഗശൂന്യമായത് അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് തന്നെ നല്ല ഒഴുകി പോകുന്ന വെള്ളത്തില് പുഴയിലോ ആ പുഴയില് അല്ല മഴയുള്ള സമയത്ത് കൊണ്ടുപോയി കലക്കി കളയണം. കവറിൽ കിട്ടിയ കലക്കി കളയണം. അതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യാനുള്ളത്. അത് ലാസ്റ്റ് കൈയാണ്. അല്ല ബുദ്ധിമുട്ട് ഇത് ഖുർആനാണല്ലോ. നമുക്ക് ജീവിതത്തിൽ വെളിച്ചം നൽകുന്ന എല്ലാ വിഷയത്തിനും പരിഹാരം നമ്മൾ ഖുർആനാണ്. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. മുത്തറസൂലിന് ഇറങ്ങിയ ലോകത്തിന്റെ നേതാവിന്റെ കിതാബാണ് ഖുർആൻ. പിന്നെ അതിലുപരി നമുക്ക് മരിച്ചാൽ നമ്മൾ മരിച്ചോടത്ത് വന്നാണ് ഖുർആനാണ് വെളിച്ചം കിട്ടാനുള്ളത്. ഇനി മരിച്ചോടത്ത് ഓതാനുള്ളത് ഖുർആനാണ്. ഇനി നാളെ പരലോകത്ത് നമുക്ക് ഷഫാത്ത് വരാനുള്ളതും ഖുർആനാണ്. നമ്മളിത് ഓരോ ഖുർആൻ ചില നമ്മൾ പഴയ വല്യമാരൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അവരെല്ലാം കവറിലാക്കിയിട്ട് 4-3 പിന്നെ 5-6 ചിറ്റിയിട്ട് എന്ത് ചെയ്യും, കുട്ടികളെ കയ്യെത്താത്ത ഉയരത്തില് സൂക്ഷിക്കുന്നത് നമ്മൾ കണ്ടാണ്. നമ്മളെ വാപ്പാരും നമ്മളെ വല്യപ്പാരും വല്യമാരൊക്കെ സൂക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കുട്ടികളെ തൊടാൻ പോലും ആയിരിക്കൂല. പറയാനുള്ളത് ഈ കാണുന്നതൊക്കെ ഷെയർ ചെയ്യണം. എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാവരും ഷെയർ ചെയ്ത് കണ്ടെന്ന് ആ ഖുർആന്റെ ഒരു ഗുരുത്തും നമുക്ക് എല്ലാവരും ഉണ്ടാകണം. ഇനി ഇങ്ങനെ ഒരാൾ ചെയ്യാനും പാടില്ല. അതിന് എല്ലാവരും ഷെയർ. പിന്നെ എന്റെ നമ്മൾ തുടങ്ങിയ ചില ചാനലാണ് നന്മ മീഡിയ എന്ന് പറഞ്ഞത്. അതും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അത് നമ്മളെന്തായാലും എല്ലാവരും സൂക്ഷിക്കണം. അത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബർക്കത്തല്ലേ. ഖുർആൻ ഉണ്ടായി വീട്ടിലുണ്ടാക്കുന്ന റഹ്മത്തല്ലേ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. മറ്റുള്ള എന്തെല്ലാ കാര്യങ്ങളും വീട്ടിലുണ്ട്. ശരിക്കും വീട്ടിലൊന്നും ഒരു ഫോട്ടോ പോലും വെക്കാൻ പാടില്ല. ചില വീട്ടിലൊക്കെ ഫോട്ടോ വെച്ച് കാണാം. പക്ഷെ ഒരു ഫോട്ടോ പോലെ നമ്മളെ ഫോട്ടോ പോലെ നമ്മൾ വെക്കാൻ പാടില്ല. ഒരു ജീവന്റെ ഫോട്ടോ വെക്കേണ്ടതല്ല. ഇപ്പൊ കൾച്ചർ അങ്ങനെ ആയിപ്പോയി. കൾച്ചറൊക്കെ ഫോട്ടോ വെക്കലും അങ്ങനെ ഫോട്ടോ വെക്കാൻ പാടില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാ, മുസാഫ് വെച്ചാൽ റഹ്മത്ത് ഉണ്ടാവും. ഇപ്പൊ നമ്മളെ ഈ കൊറോണയും അതുപോലെ മറ്റു ഒരുപാട് രോഗങ്ങളും അധികരിച്ചൊക്കെ ഒരു പക്ഷേ ഈ ഖുർആൻ നിന്നിച്ച തന്നെ ആയിരിക്കാം. ഇതിപ്പോ ഞാൻ ഈ ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ ബൈക്കുമ്പോ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യും, കാണുന്ന എല്ലാ ആക്രി കടയിലും കയറും, കയറിയിട്ട് ചോദിക്കും. അപ്പൊ അവര് നമ്മൾ കാണുമ്പോ തന്നെ ഇനി ഉണ്ടെങ്കിൽ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഉള്ള കീശയിലും ആക്കിയൊക്കെ എടുത്തരും. പണ്ഡിതന്മാരൊന്നും അറിയിക്കരുത്. അതെ, ഞാൻ പല ഉസ്താദോട് പറഞ്ഞപ്പോ അവരൊക്കെ ചോദിച്ചതാണ് ആക്രിക്കടിയിൽ എങ്ങനെ ഖുർആൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അവരെല്ലാം രക്ഷപ്പെടുകയാണ്. അതെ, ഉസ്താദ്മാരെ വലിയ ആളുകൾ അറിയാത്തോണ്ടാണ്. അപ്പൊ അതിന് ഉചിതമായ തീരുമാനം ഉണ്ടാവട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇതിന് നമ്മളെ ജനങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടം പോലെ ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈ മെസ്സേജുകൾ എത്തിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് എല്ലാവരും അതിനൊരു പരിഹാരം കാണുന്നത് വരെ ഈ മെസ്സേജ് എല്ലാവരും ഷെയർ ചെയ്യണം. ഇതിനെ സഹായിച്ച നിങ്ങൾക്കും അതിന് അർഹമായ പ്രതിഫലം പഠിച്ചോൻ തരട്ടെ. സന്തോഷം ഉണ്ടാകട്ടെ. കുറ്റാളൂരാണ്, മലപ്പുറം ജില്ലയില്. എന്റെ നമ്പറും ലിങ്കൊക്കെ നിങ്ങൾ അപ്പൊ നമ്പർ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടെ.